തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലേക്കുള്ള LDF സ്ഥാനാർത്ഥികളെ ജില്ലാ സെക്രട്ടറി വി ജോയ് പ്രഖ്യാപിച്ചു. ഏറ്റവും പ്രായം കൂടിയ സ്ഥാനാർത്ഥി BP മുരളിയാണ്. പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി ഫാത്തിമ ഇസാനയാണ്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 28 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ 28 ഡിവിഷനുകളാണ് ഉള്ളത്. 28 ഡിവിഷനുകളിലെയും സ്ഥാനാർത്ഥികളായിട്ടുണ്ട്. ആ 28 ഡിവിഷനിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയാണ്. CPIM 21 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. ഇപ്പോൾ വിവരങ്ങളുമായി കമലേഷ് ചേരുകയാണ്, വിശദാംശങ്ങളുമായി ചേരുന്നു. കമലേഷ്, ഇതിൻ്റെ വിശദാംശങ്ങൾ എങ്ങനെയൊക്കെയാണ്? LDF സ്ഥാനാർത്ഥികളെ, ജില്ലാ പഞ്ചായത്തിലേക്കുള്ള LDF സ്ഥാനാർത്ഥികളെ എല്ലാം പ്രഖ്യാപിച്ചല്ലോ. ശരത്, തീർച്ചയായും 28 ഡിവിഷനുകളാണ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലുള്ളത്. ആ 28 ഡിവിഷനിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ CPIM-ന്റെ ജില്ലാ സെക്രട്ടറി വി ജോയ് MLA പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ നേരത്തെ ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ നാവായിക്കുളം ഡിവിഷനിൽ നിന്നുള്ള BP മുരളി CPIM-ന് വേണ്ടിയാണ് മത്സരിക്കുന്നത്. അദ്ദേഹമാണ് ഏറ്റവും പ്രായം കൂടിയ സ്ഥാനാർത്ഥി. അതോടൊപ്പം കിളിമാനൂരിൽ നിന്നുള്ള ഫാത്തിമ ഹിസാനയാണ് 21കാരി, ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി. ഏതായാലും ആ നിലയിൽ പരിചയസമ്പന്നരായ ആളുകളെ, അതുപോലെ തന്നെ ഏറ്റവും പുതിയ യുവതയെ ഉൾപ്പെടെ ചേർത്തുകൊണ്ട് വളരെ മികച്ച ഒരു ടീമിനെ തന്നെയാണ് LDF തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലേക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏതായാലും 28 ഡിവിഷനുകളാണ്. ഇതിൽ 21 ഡിവിഷനുകളിലേക്കാണ് CPIM മത്സരിക്കുന്നത്. 4 ഡിവിഷനുകളിൽ CPI മത്സരിക്കുന്നു. അതുപോലെ തന്നെ ജനതാദൾ, RJD, കേരള കോൺഗ്രസ് എസ് എന്നീ പാർട്ടികൾ 1 വീതം സീറ്റുകളിലും മത്സരിക്കുന്നു. അങ്ങനെ ആകെ 28 ഡിവിഷനുകളിലേക്കാണ് ഇന്നിപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏതായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഈ UDF-നെ സംബന്ധിച്ച്, NDA സംബന്ധിച്ച് സ്ഥാനാർത്ഥി നിർണയം എവിടം വരെയായി ജില്ലാ പഞ്ചായത്തിലേക്ക്? ശരത്, നിലവിൽ ഇപ്പോൾ ഈ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ചില സ്ഥാനാർത്ഥികളെ മാത്രമാണ് ഈ NDA-ക്കാണെങ്കിലും അതുപോലെ തന്നെ UDF-നാണെങ്കിലും പ്രഖ്യാപിക്കാൻ സാധിച്ചിട്ടുള്ളൂ. പക്ഷേ പ്രഖ്യാപിച്ച ഇടങ്ങളിൽ പോലും വലിയ തർക്കം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. പലരും പാർട്ടിയിൽ നിന്ന് മാറി, അതായത് രാജിവെച്ച് മറ്റു പാർട്ടികളിലേക്ക് ഉൾപ്പെടെ പോകുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ കൈരളി ന്യൂസ് ഉൾപ്പെടെ അത്തരത്തിലുള്ള വാർത്തകളെല്ലാം പുറത്തുവിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. ജില്ലാ പഞ്ചായത്തിലേക്ക് സ്ഥാനാർത്ഥികളെ കമലേഷ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ജില്ലാ പഞ്ചായത്തിലേക്ക് തിരുവനന്തപുരത്തേക്കുള്ള സ്ഥാനാർത്ഥികളെ ഇടതുമുന്നണി തീരുമാനിച്ചു, പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്നാൽ UDF-നും NDA-ക്കും ആ തരത്തിലേക്ക് ഒരു അന്തിമ ധാരണയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല.